ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 30. എത്ര വട്ടം ഞാൻ മുറി വന്ന് നോക്കിയെന്നറിയോ? മോള് നല്ല ഉറക്കമായിരുന്നു. അത്താഴം കഴിക്കുന്നവളുടെ പാത്രത്തിലേക്ക് കുറച്ച് സാമ്പാർ കൂടെ ലക്ഷ്മി വിളമ്പി കൊടുത്തു. വൈശാഖിയൊന്നും മിണ്ടിയില്ല. അവരെ ഒന്ന് ചിരിച്ചു കാട്ടിയിട്ട് വീണ്ടും പാത്രത്തിലേക്ക് മുഖം പൊഴുത്തിയിരുന്ന് കഴിക്കുവാനായി തുടങ്ങി. ഇങ്ങനെ പതിവില്ലാതെ കടന്നുറങ്ങാൻ നീ രാത്രി ഉറങ്ങിയില്ലേ കൊച്ചേ? അടുത്തിരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന പത്മാവതി അവളോട് സ്നേഹത്തോടെ ചോദിച്ചു. ഉറങ്ങിയതാ മുത്തശ്ശി, പിന്നെ ഉറക്കം വന്നു. ഉറങ്ങാതെ കുത്തിയിരുന്ന് എംപോസിഷൻ എഴുതിയ കാര്യം അവൾ മനഃപൂർവ്വം ആരോടും പറയാൻ നിന്നില്ല. ഒന്നാമതേ മുത്തശ്ശിക്ക് ഇത്തിരി കിട്ടിയാൽ മതി സാറിനെ കളിയാക്കാനും വഴക്കു പറയാനും. ഇനി താനായിട്ട് ഇക്കാര്യം പറഞ്ഞ് ഈ വീട്ടിലൊരു വഴക്കു ഉണ്ടാക്കേണ്ട. മനസ്സിലങ്ങനെ ചിന്തിച്ചുകൊണ്ട് വീണ്ടും കഴിക്കുവാനായി തുനിഞ്ഞപ്പോഴാണ് തനിക്ക് എതിർവശത്തിരുന്ന് കഴിക്കുന്ന ബാലു തന്നെ തന്നെ നോക്കുന്നത് പോലെ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മുഖമുയർത്തി നോക്കിയപ്പോൾ കണ്ടു തനിക്ക് നേരെ കൂർപ്പിച്ചു വെച്ചിരിക്കുന്ന കണ്ണുകളെ. താൻ അങ്ങനെ പറഞ്ഞത് ആളിന് ഇഷ്ടമായില്ല എന്നത് ആ മുഖത്തു നിന്ന് തന്നെ അവൾക്ക് മായ്ക്കാൻ പറ്റി. സാരമില്ല എന്ന രീതിയിൽ വൈശാഖി കണ്ണുകൾ ചിമ്മിക്കാട്ടിയതും ബാലു വീണ്ടും കഴിപ്പിലേക്ക് തിരിഞ്ഞു. ദേവേട്ടൻ എവിടെ പോയി? പൊടുന്നനെയാണ് കഴിച്ചുകൊണ്ടിരുന്ന ഗൗരി ആ ചോദ്യം അവൾക്കടുത്തായിരുന്ന വിഷ്ണുവിനോട് ചോദിച്ചത്. ഇത്തിരി മുന്നേ നോക്കിയപ്പോൾ മുറിയിലിരുന്ന് എന്തോ എഴുതുമായിരുന്നു. അവന് മറുപടി കൊടുക്കുന്നത് വൈശു കഴിക്കുന്നതിനിടയിൽ ശ്രദ്ധിച്ചു കേട്ടിരുന്നു. ഞാൻ പോയി ഒന്നുകൂടെ വിളിച്ചോണ്ട് വരാം. ഈ ചെക്കനെ വിളിച്ച് ഞാൻ മടുത്തു. ലക്ഷ്മി അതും പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകുവാനായി കാലുകൾ നീക്കിയപ്പോഴാണ് മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ദേവനെ അവർ കണ്ടത്. കഴിക്കാനുള്ള വരവാണെന്നറിഞ്ഞതും ലക്ഷ്മി തിരിഞ്ഞു നിന്നുകൊണ്ട് അവനുള്ള ചോറും കറിയും പാത്രത്തിലേക്ക് വിളമ്പുവാനായി തുടങ്ങി. നിനക്ക് സമയത്തിനും കാലത്തിനും വന്നു വല്ലതും കഴിക്കാൻ മേലേ ദേവാ? അവൻ കൈ കഴുകിയിരുന്നതും ഭാസ്കരൻ അവനെ സ്നേഹത്തോടെ ശാസിച്ചു. കുറച്ച് നോട്ട്സ് എഴുതാനുണ്ടായിരുന്നു. അലസമായി പറഞ്ഞുകൊണ്ട് അവന് ചോറ് കഴിക്കാനായി തുടങ്ങി. ബാലുവിനും ഗൗരിക്ക് ഇടയിലായി കിടന്ന കസേരയിലാണ് മഹാദേവൻ ഇരുന്നത്. അതായത് വൈശാഖിയുടെ എതിർവശത്തായിട്ട്. ഒന്ന് മുഖമുയർത്തി നോക്കിയാൽ അവൻ കഴിക്കുന്നത് പെണ്ണിന് കാണുവാൻ സാധിക്കായിരുന്നു. എങ്കിലും അവൾ അവനെ നോക്കിയില്ല. എന്തോ ആ സാമീപ്യം അവളിൽ പതിവില്ലാത്ത രീതിയിലുള്ള ഒരു ചെറിയ വെപ്രാളം ഉണർത്തുകയാണ് ചെയ്തത്. അവനെയൊന്ന് നോക്കുവാനും കാണുവാനും ഉള്ളു തുടിക്കുന്നുണ്ടായിരുന്നു പെണ്ണിൻ്റെ. പക്ഷെ നോക്കുവാനൊരു ധൈര്യക്കുറവ് പോലെ. അതുകൊണ്ട് തന്നെ അവൾ ഭക്ഷണത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചു. കഴിക്കും മോളെ, ഇന്നത്തെ കാപ്പി പോലും നീ കുടിച്ചിട്ടില്ല. അപ്പോഴാണ് വൈശുവിൻ്റെ പാത്രത്തിലേക്ക് പൊരിച്ച ഒരു മീൻ കഷ്ണം കൂടെ വിളമ്പുവാനായി നിന്ന വസുന്ധര വെച്ചു കൊടുത്തത്. മതി ആൻറ്റി, മതിയായിട്ടാ. അവൾ അവരെ കണ്ണുകൾ ഉയർത്തി നോക്കി ചിരിച്ചു. എന്നിട്ട് ആ തക്കത്തിന് പൊടുന്നനെ മുൻപിലിരിക്കുന്നവനെ കള്ളത്തരത്തിലൊന്ന് പാളി നോക്കി. അതും ധൃതിയിൽ. അതുപോലെ തന്നെ പാത്രത്തിലേക്ക് നോട്ടം മാറ്റി. പക്ഷെ അധിക നേരമൊന്നും അവൾക്ക് അങ്ങനെ ഇരിക്കാൻ തോന്നിയില്ല. സാറിനെ പാളി നോക്കുന്നതിനിടയിൽ നടന്ന കാര്യത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു പെണ്ണിൻ്റെ മനസ്സപ്പോൾ. അവൾ ഒരു വട്ടം കൂടി കണ്ട കാഴ്ചയെ മനസ്സിലിട്ട് ചിന്തിച്ചു. അതെ, സത്യമാണ്, താൻ കണ്ടത് സത്യമാണ്. ഗൗരി, അവൾ സാറിനെ തന്നെ നോക്കിയിരിക്കുന്നത് താൻ കണ്ടതാണ്. അത്രയും നേരം മുഖമുയർത്തി നോക്കുവാൻ ധൈര്യമില്ലാതെ ഇരുന്നവൾ പൊടുന്നനെ വീണ്ടും മുന്നിലേക്ക് നോട്ടം പായിച്ചു. വീണ്ടും അതേ കാഴ്ച. സാറ് തൻ്റെ പാത്രത്തിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാണ് കഴിക്കുന്നത്. പക്ഷെ അടുത്തിരിക്കുന്നവൾ തുടർച്ചയായിട്ട് സാറിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. പെണ്ണിൻ്റെ കണ്ണിൽ പ്രണയമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുന്നവർക്ക് ആർക്കും മനസ്സിലാക്കാം. ഇടയ്ക്ക് എന്തൊക്കെയോ സാറിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ സാറ് മാത്രം ഒറ്റ വാക്കിൽ ഉത്തരം കൊടുക്കുന്നതാണ് ചെയ്യുന്നത്. വൈശുവിന് എന്തുകൊണ്ടോ ആ കാഴ്ച പിടിച്ചില്ല. കുശുമ്പോ സ്വാർത്ഥതയോ അങ്ങനെ എന്തൊക്കെയോ വികാരങ്ങൾ അവളെ വന്നു പൊതിഞ്ഞു. സാറിനെ അവൾ എങ്ങനെ നോക്കാവോ? എത്രയൊക്കെ മുറപ്പെണ്ണാണെങ്കിലും സാറിനോട് ഇങ്ങനെ ചാടിക്കയറി സംസാരിക്കുമോ? പെണ്ണിൻ്റെ കവിളുകൾ വീർത്തു വന്നു. അവൾ പിന്നീട് അങ്ങോട്ടേക്ക് നോക്കാൻ പോയില്ല. പരിഭവത്തോടെ പിണക്കത്തോടെ പാത്രത്തിലിരിക്കുന്ന ചോറ് ഒട്ടും താല്പര്യമില്ലാതെ കഴിക്കുവാൻ തുടങ്ങി. അവൾക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു. കാരണം അറിയാത്ത ഒരു സങ്കടം. പക്ഷെ പെട്ടെന്ന് തന്നെ മനസ്സിനെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ ഇഷ്ടമല്ലെങ്കിലും അവൾ മനഃപൂർവ്വം ചിന്തിക്കുവാൻ തുടങ്ങി. സാറിനോട് ആ ഗൗരി ഒന്നും മിണ്ടിയാൽ എന്താ? സാറിനെ ഇഷ്ടത്തോടെ അവളൊന്ന് നോക്കിയാൽ എന്താ? അവൾ സാറിൻ്റെ അപ്പച്ചിയുടെ മകളല്ലേ?
അവർ തമ്മിലുള്ള കല്യാണം പോലും ചെറുപ്പത്തിൽ തീരുമാനിച്ചു വെച്ചിരിക്കുന്നതാണ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പോലും. നിനക്കെന്താ വൈശാഖി അതിനെത്ര പ്രശ്നം? ഓരോന്നൊക്കെ പറഞ്ഞ് മനസ്സിനെ അവൾ ആ ചിന്തകളിൽ നിന്നും പിന്തിരിപ്പിക്കുവാനായി ശ്രമിച്ചു. പക്ഷേ ഇക്കാര്യത്തിൽ മാത്രം വൈശാഖിയുടെ മനസ്സ് അവളെ കേട്ടില്ല എന്ന് തന്നെ നടിച്ചു. അവൾ കൂടുതൽ നിസ്സഹായയായി. കാരണം ഇവിടെ സാറ് എൻ്റെയാണ്, എൻ്റേത് മാത്രമാണ്. തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും തൻ്റെ ആദ്യത്തെ പ്രണയമാണ് സാറ്. അപ്പോൾ സാറിനെ ആരെങ്കിലും ഇങ്ങനെ നോക്കിയാൽ തനിക്ക് പിടിക്കുമോ? ആ കൗമാരക്കാരിയിൽ ആവശ്യമില്ലാത്ത വാശിയായിരുന്നു ആ നേരം. വസുന്ധരെ, കൃഷ്ണൻ എപ്പോഴേക്ക് ഇങ്ങോട്ട് വരിക? കഴിക്കുന്നതിനിടയിൽ പത്മാവതി പൊടുന്നനെ മകളോട് ചോദിക്കുന്നത് അവൾ കേട്ടു. ഗൗരിയുടെ അച്ഛനാണ് കൃഷ്ണൻ. അദ്ദേഹം വന്നാൽ ഇവർ തിരിച്ചു വീട്ടിലേക്ക് പോകുമെന്ന് ഇന്ന് രാവിലെയും കൂടി വസുന്ധര ആൻറ്റി പറയുന്നത് താൻ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ അവൾ ആ സംസാരത്തിന് ശ്രദ്ധയോടെ കാതുകൾ കൂർപ്പിച്ചു. നാളെ വരുമായിരിക്കും അമ്മേ, വന്നാൽ ഞങ്ങളങ്ങ് പോവും കേട്ടോ, അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും വൈശുവിൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ആൻറ്റി ഇവിടെ നിന്ന് പോയാൽ ആ ഗൗരിയും പൊയ്ക്കോളും. പിന്നെ അവിടെ ശല്യം ഉണ്ടാവില്ല. സാറിനോട് അവൾ പിന്നെ എങ്ങനെ തൊട്ടും തലോടി ഇരിക്കില്ലല്ലോ. വൈശാഖി ഉള്ളിൽ ആശ്വസിച്ചു. അമ്മ പോയാലും ഞാനിവിടെ നിൽക്കുവേ. ചെവിയിൽ ഈയ ഉരുക്കി ഒഴിച്ചതുപോലെയാണ് പൊടുന്നനെ ഗൗരിയുടെ വാക്കുകൾ അവളുടെ കാതുകളിൽ വന്നു പതിച്ചത്. എന്ത്, ഇവള് പോകുന്നില്ലെന്നോ? കേട്ട വാർത്ത വൈശാഖിയുടെ മനസ്സിനെ വീണ്ടും അസ്വസ്ഥമാക്കി. സങ്കടത്തോടെ പാത്രത്തിലിരിക്കുന്ന ചോറ് പെണ്ണ് വേഗത്തിൽ വാരി കഴിച്ചു. അവധി കഴിയുന്നിടം വരെ നീ ഇവിടെ നിന്നോ മോളെ, ഇത് നിൻ്റെയും കൂടെ വീടല്ലേ. ലക്ഷ്മി അവളുടെ അരികിൽ ചെന്ന് നിന്ന് ആ നെറുകയിലൊന്ന് തലോടുന്നൊന്ന് കണ്ടതും കൂടും അവൾക്ക് പിന്നീട് സഹിക്കാൻ കഴിഞ്ഞില്ല. പാത്രത്തിലെ ചോറ് മുഴുവൻ വേഗത്തിൽ വാരി കഴിച്ചിട്ട് പെണ്ണ് അവിടെ നിന്ന് ധൃതിയിൽ എഴുന്നേറ്റു. കുറച്ചുകൂടെ ചോറ് കഴിക്കും വൈശു. അവൾ എഴുന്നേക്കുന്നത് കണ്ടതും ലക്ഷ്മി അവളുടെ അരികിലേക്ക് ധൃതിയിൽ ചെന്നു. മതിയായി ലക്ഷ്മി അമ്മേ. ആരെയും നോക്കാതെ അവൾ അടുക്കളയിലേക്ക് നടന്നു. പാത്രം വൃത്തിയാക്കി കഴുകി പാതകത്തിന് മുകളിൽ കമഴ്ത്തി വെച്ചു. കൈയും വായും കഴുകി തിരിച്ച് ഡൈനിങ് റൂമിലൂടെ ഹാളിലേക്ക് നടന്നപ്പോൾ അവൾ കണ്ടു തന്നെ നോക്കി ഒരു പുച്ഛച്ചിരി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഗൗരിയെ. മനഃപൂർവ്വമാണ് അവളുടെ ഈ ചിരി. വൈശുവിന് കുശുമ്പ് തോന്നി, കൂട്ടത്തിൽ സങ്കടവും. അതുകൊണ്ട് വേഗത്തിൽ തന്നെ അവൾ തൻ്റെ മുറിയുടെ നേർക്ക് കാലുകൾ നീക്കി അവിടെ നിന്ന് ഓടി വിളിക്കാനെന്ന വണ്ണം. വൈശാഖി! പൊടുന്നനെയാണ് മഹാദേവൻ്റെ ഉച്ചത്തിലുള്ള വിളി അവളെ തേടി ചെന്നത്. എന്നത്തിനാടാ ആ പാവം കൊച്ചിനെ ഈ പാതിരാത്രി പഠിക്കാൻ വേണ്ടി പിടിച്ചിരുന്നേ? അതിനെ കിടന്നുറങ്ങാൻ സമ്മതിച്ചൂടെ? അത്താഴം കഴിപ്പ് കഴിഞ്ഞ് കൈ കഴുകി സ്വന്തം മുറിയിലേക്ക് പോകാനായി തുനിഞ്ഞ കൊച്ചുമകനോട് പത്മാവതി ചൊടിച്ചു. 7ാം ക്ലാസ്സും ഗുസ്തിയുള്ള ബോണ്ടയ്ക്കറിയില്ല ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരുടെ നടത്തം. അതുകൊണ്ട് വല്ലതും തിന്നേച്ച് 10 നമശിവായം ജപിച്ചു പോയി കിടന്നുറങ്ങാൻ നോക്ക്. അവനവരുടെ നേരെ തിരിഞ്ഞു നിന്നു, ഒരംഗത്തിനെന്നതുപോലെ. ബാലുവും ഗൗരിയും വിഷ്ണുവും കഴിച്ചിട്ട് നേരത്തെ തന്നെ മുറിയിലേക്ക് പോയിരുന്നു. വസുന്ധരയും ലക്ഷ്മി ഇരുന്ന് കഴിക്കുന്നതിന് കൂട്ടിരിക്കുകയായിരുന്നു പത്മാവതി ആ നേരം. 7ാം ക്ലാസ്സും ഗുസ്തിയാണ് എന്ന നിന്നെക്കാട്ടിലും കാര്യപ്രാപ്തിയും വിവരം എനിക്കുണ്ട്. അവൻ്റെ ഒരു ബാക്കി അവർ പറഞ്ഞില്ല. കഴിച്ചു കഴിഞ്ഞ പാത്രം എടുത്തുകൊണ്ട് പത്മാവതി മെല്ലെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നിന്നു. പിന്നെ ആ കൊച്ചു ബോള് പോലെയുള്ള ആ തലയിൽ ഉള്ളത്ര വിവരം ഈ വീട്ടിൽ നിന്നല്ല, ഈ പഞ്ചായത്തിൽ പോലും ആർക്കും ഉണ്ടാവില്ല. മഹാദേവൻ്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. അതേടാ, അത് തന്നെയാ സത്യം. എല്ലാവരും അത് അംഗീകരിച്ചു വരുന്നുണ്ട്, നീ ഒഴിച്ച്. നിനക്ക് എന്നോട് കുശുമ്പ, നല്ല അസൽ കുശുമ്പ്. പത്മാവതി ദേവന് നേരെ 2 ചാട്ടം ചാടി. അത് ശരിയാ, അതുകൊണ്ടാണല്ലോ മംഗലത്ത് പത്മാവതിയെ ഈ നാട്ടുകാരെല്ലാവരും കൂടെ ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തത്. മഹാദേവൻ വീണ്ടും അവരെ നോക്കി പുച്ഛിച്ചു. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടോ? ഇനി 1ഉം 2ഉം പറഞ്ഞ അച്ഛമ്മയും കൊച്ചുമോനും വഴക്കിടാനാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കും, പറഞ്ഞില്ലെന്ന് വേണ്ട. പത്മാവതി അടുത്ത കൗണ്ടർ അടിക്കാൻ വേണ്ടി താഴെ തുറന്നില്ല. അതിനു മുൻപേ തന്നെ ലക്ഷ്മി അവരുടെ ഇടയിൽ കയറിയിരുന്നു. ആദ്യം നിൻ്റെ മോനോട് മിണ്ടായിരിക്കാൻ പറ ലക്ഷ്മി. പത്മാവതി മരുമകളുടെ നേരെ മുഖം വീർപ്പിച്ചു. ദേവ, നീ ഒന്ന് പോയേ. ലക്ഷ്മി ദേഷ്യപ്പെട്ടതും ബോണ്ടയെ കണ്ണുരുട്ടി കാട്ടിയിട്ട്
മഹാദേവൻ തൻ്റെ മുറിയിലേക്ക് നടന്നുപോയി. പത്മാവതി താൻ കഴിച്ച പാത്രവുമായി ഉരുണ്ടുരുണ്ട് അകത്തേക്കും. ഇതുങ്ങൾ തമ്മി ഇപ്പോഴും കീരിയും പാമ്പും പോലെയാണോ? ഇവരൊന്ന് എന്നാ മാറുന്നത്? അടുത്തിരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ലക്ഷ്മിയെ നോക്കി വസുന്ധര നെടുവീർപ്പെട്ടു. എൻ്റെ വസുന്ധരെ, ഇതൊന്നും ചാവുന്നണം വരെ മാറാൻ പോകുന്നില്ല. ഇങ്ങനെ അടിയും വഴക്കടിക്കുന്നെങ്കിലും രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും മുടിഞ്ഞ സ്നേഹമാ, അതെനിക്കറിയാം. അത് പറഞ്ഞ് ലക്ഷ്മി ചിരിച്ചതും വസുന്ധരയെ അതിൻ്റെ കൂടെ കൂടി. അതേസമയം മുറിയിലേക്ക് കയറി ചെന്നപ്പോഴേ ദേവൻ കണ്ടു സ്റ്റഡി ടേബിളിൽ ബുക്കുകളെല്ലാം എടുത്തു വെച്ചിട്ട് തനിക്കായി കാത്തിരിക്കുന്ന വൈശുവിന്. അവനെ കണ്ടതും അവൾ ഒട്ടൊരു വെപ്രാളം ഉള്ളിൽ തോന്നിയെങ്കിലും പെണ്ണത് മനസ്സിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചു. ഇന്ന് പഠിപ്പിച്ച എല്ലാം എടുത്തിരുന്ന് പഠിക്ക്. മുറിയിലെ ഷെൽഫിൽ നിന്നും ഒരു ബുക്ക് എടുത്തുകൊണ്ട് വൈശാഖിയുടെ അരികിൽ കിടന്ന ഒരു കസേരയിലേക്ക് ചെന്നിരുന്നവൻ വൈശുവിനോട് ഗൗരവത്തിൽ പറഞ്ഞു. ആ. അവളും മുമ്പിലിരിക്കുന്ന ബുക്ക് തുറന്നു വെച്ചുകൊണ്ട് അതിൽ അന്ന് പഠിപ്പിച്ച പോർഷൻസ് എടുത്ത് പഠിക്കുവാനായി തുടങ്ങി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കേ. ഒരിക്കൽ കൂടെ അവളെ ഓർമ്മിപ്പിച്ചിട്ട് അവൻ കയ്യിലിരുന്ന ബുക്ക് വായിക്കാൻ തുടങ്ങി. ഓക്കെ സർ. മെല്ലെ കണ്ണുകൾ ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി വൈശാഖി തലയാട്ടി കാട്ടി. ആള് കയ്യിലിരിക്കുന്ന ബുക്കിലേക്ക് നോക്കി തല പൂഴ്ത്തിയിരിക്കുകയാണ്. അവൾ ആ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. നെറ്റിയിൽ ഇപ്പോഴും പതിവ് പോലെ ചന്ദനക്കുറിയുണ്ട്. അതിന് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ല. എപ്പോൾ കണ്ടാലും സാറ് നെറ്റിയിൽ ചന്ദനക്കുറി അണിഞ്ഞിരിക്കുന്നത് കാണാം. അവനെ തൊട്ടിരിക്കുന്ന ആ ചന്ദനക്കുറിയോട് പോലും ആ നേരം അവൾക്ക് അസൂയ തോന്നി. പിന്നീട് പെണ്ണിൻ്റെ നോട്ടം പോയത് അവൻ്റെ ആ തിളങ്ങുന്ന കണ്ണുകളിലേക്കായിരുന്നു. ചിരിച്ചാൽ സാറിൻ്റെ കണ്ണുകൾ തിളങ്ങുന്നത് കാണാൻ നല്ല രസമായിരിക്കും. അതെങ്ങനെയെങ്കിലും ഒരിക്കൽ പോലും ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. വൈശുവിൻ്റെ കവിളിൽ ചെറിയൊരു പരിഭവം നിറഞ്ഞു നിന്നു. വെളുത്ത മുഖത്തെ മറയ്ക്കുന്ന കറുത്ത കട്ടിയുള്ള താടിയിലേക്കാണ് പിന്നീട് പെണ്ണിൻ്റെ കണ്ണുകൾ നീണ്ടത്. എന്തു ഭംഗിയാണ് ഈ സാറിനെ കാണാൻ. നല്ല ഐശ്വര്യം. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോവും. അത്രയ്ക്ക് സുന്ദരനാണ് സാറ്. അവളുടെ ചുണ്ടിൽ കുഞ്ഞൊരു ചിരി വിരിഞ്ഞു. അവൻ്റെ മുഖം ഒന്ന് ചുളുങ്ങുന്നത് കണ്ടതും ആ ചിരിയോടു കൂടിയാണ് അവൾ അവനിൽ നിന്ന് നോട്ടം മാറ്റിയതും ബുക്കിലേക്ക് മിഴികൾ പായിച്ചതും. ബുക്കിലേക്ക് നോക്കിയിരുന്നിട്ട് അവൾക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. മഹാദേവൻ്റെ മുഖം മാത്രമായിരുന്നു അവളുടെ മനസ്സിലപ്പോൾ. വൈശാഖി. പൊടുന്നനെയാണ് ദേവൻ്റെ ഇത്തിരി ഉച്ചത്തിലുള്ള വിളി അവളുടെ കാതിൽ ചെന്ന് പതിഞ്ഞത്. സാർ. ഒരു ഞെട്ടലോടെ അവൾ അവനെ മിഴിച്ചു നോക്കി. നിന്നെ ഞാൻ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നതേ വല്ലതും പഠിക്കാൻ വേണ്ടിയാ, അല്ലാതെ ഇരുന്ന് സ്വപ്നം കാണാൻ വേണ്ടിയല്ല. ചെക്കൻ്റെ ശബ്ദം ഉച്ചത്തിലായി. സോറി സാർ. അവൾക്ക് പേടി തോന്നി. അതുകൊണ്ട് തന്നെ പെണ്ണ് വിറയലോടെ ക്ഷമ ചോദിച്ചു. അരമണിക്കൂർ ഞാൻ സമയം തരും. അതിനുള്ളിൽ എല്ലാം എന്നെ പറഞ്ഞു കേൾപ്പിച്ചോണം. അവൻ ദേഷ്യപ്പെട്ടതും ഉള്ളിലുള്ള ചപ്പലതകളെ നിയന്ത്രിച്ചുകൊണ്ട് അവൾ പുസ്തകത്തിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിച്ചു. ഓരോ സബ്ജക്റ്റും വേഗത്തിൽ പഠിക്കാൻ തുടങ്ങി. ഒടുവിൽ അവൻ പറഞ്ഞ സമയത്തിന് 5 മിനിറ്റ് മുന്നേ തന്നെ വൈശാഖി പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞിരുന്നു. സർ, കഴിഞ്ഞു. അവനെ പരവേശത്തോടെ നോക്കി പെണ്ണ്. ആ. ബുക്കെടുത്ത് ഓരോ ചോദ്യങ്ങളും അവൻ ചോദിക്കാൻ തുടങ്ങി. അവൾ ഉത്തരങ്ങൾ പറയാനും. ഒടുവിൽ എല്ലാം കഴിഞ്ഞ് ഭാഗമായി സ്വന്തം മുറിയിലേക്ക് നടക്കുമ്പോൾ മണി 11 കഴിഞ്ഞിരുന്നു. നാളെ ഞായറാഴ്ചയാണ്. സുഖമായിട്ടൊന്ന് ഉറങ്ങണം. കട്ടിലേക്ക് വീഴുമ്പോൾ വൈശു സന്തോഷത്തോടെ മനസ്സിൽ ചിന്തിച്ചു. പക്ഷെ വൈകുന്നേരം മുഴുവനും കിടന്നുറങ്ങിയതിനാൽ അവൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. കണ്ണിനും മനസ്സിലും ആ ഒരുവനെയും നനച്ചുകൊണ്ട് അവൾ ആ രാത്രി മുഴുവനും സ്വപ്നങ്ങൾ മെനഞ്ഞു. ഒടുവിൽ നേരം പുലരാൻ തുടങ്ങിയപ്പോൾ എപ്പോഴോ ആ പെണ്ണിൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയി. എന്താ ഭാസ്കര, ഞാൻ ചോദിക്കുന്ന ന്യായമായ കാര്യമല്ലേ? ഈ വരുന്ന ചിങ്ങത്തിൽ അവൾക്ക് 22 വയസ്സാവും. ജാതകപ്രകാരം ഇത് നല്ല സമയമാണ്. അതുകൊണ്ട് ഇതങ്ങ് പെട്ടെന്ന് നടത്തുകയല്ലേ നല്ലത്. ഹാളിൽ നിന്നും ആരുടെയൊക്കെയോ ഉച്ചത്തിലുള്ള സംസാരം കേട്ടുകൊണ്ടാണ് വൈശാഖി കണ്ണുകൾ തുറക്കുന്നത്. എന്നിട്ടും 1-2 നിമിഷങ്ങൾ കൂടി അവൾ അവിടെ തന്നെ കിടന്നു, പുറത്തെ സംസാരത്തിന് കാതോർത്തുകൊണ്ട്. ആരോ വന്നിട്ടുണ്ട്. ബാലുവിനോടാണ് സംസാരം. അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മെല്ലെ ബെഡിൽ എഴുന്നേറ്റിരുന്നു.
ജനലിൽ കൂടി അകത്തേക്ക് അടിച്ചു കയറുന്ന വെട്ടം അവളെ നേരം വൈകിയെന്ന് കാട്ടിക്കൊടുത്തു. മെല്ലെ തറയിലേക്ക് ഇറങ്ങി ഇട്ടുമാറുവാനുള്ള തുണി എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറുവാനായി തുടങ്ങിയപ്പോഴാണ് പുറത്തുനിന്ന് കേട്ട സംസാരം അവളെ വീണ്ടും ഞെട്ടിച്ചത്. ഗൗരി ദേവനെ മാത്രമേ കെട്ടുവെന്നും പറഞ്ഞാൽ നടക്കുന്നത്. അത്രയ്ക്കിഷ്ടമാണ് എൻ്റെ കുഞ്ഞിനവനെ. അത് മാത്രമല്ല, ഒന്നാലോചിച്ചപ്പോൾ അന്യ വീട്ടിലേക്ക് എൻ്റെ കൊച്ചിനെ അയക്കുന്നതിൽ നല്ലത് ഇങ്ങോട്ടേക്ക് അയക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നി അളിയാ. ഇതാകുമ്പോൾ അവിടെ സ്വന്തം വീടാ, നിങ്ങളവിടെ സ്വന്തക്കാരും. ഇങ്ങനൊരു കെട്ട് നടന്നാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം അങ്ങ് മുറുകി കിടക്കുകയും ചെയ്യും. അളിയൻ എന്തു പറയുന്നു? ചുവരിൽ അള്ളിപ്പിടിച്ചു നിന്നവൾക്ക് നെഞ്ചിൽ തീ കോരിയിടുന്നത് പോലെയായിരുന്നു ആ വാക്കുകൾ. അവൾ ബാലുവിൻ്റെ പ്രതികരണത്തിനായി പേടിയോടെ കാതോർത്തു.